ഞാനൊരു നെക്ക് ഡിസൈനായിട്ടാണ് വന്നത്. ഞാൻ ചെറുതായിട്ടൊക്കെ തയ്ക്കും. അപ്പോൾ ഒരു മെറ്റീരിയൽ വാങ്ങിച്ച് ഞാൻ അപ്പോൾ അതിൻ്റെ നെക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കണേ. വലിയ ഡിസൈനറൊന്നും അല്ല. ഞാൻ ചെറുതായിട്ടൊക്കെ എല്ലാം ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പം തയ്ക്കും ചെറുതായിട്ടൊക്കെ ഇതുപോലെ നെക്ക് ഡിസൈനൊക്കെ കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനും കൂടെ വന്നൊരു ചെറിയ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ടോപ്പ് തയ്ച്ചത്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറിയ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിക്കണ 2-3 ബീഡ്സാണ്. ഇത് ഗ്ലാസ് ബീഡ്സാണ്. ഇത് ഇങ്ങനത്തെ ബീഡ്സ്, ഇതും പിന്നെ ഇത് ഇങ്ങനത്തെ ബീഡ്സുമാണ്. പിന്നെ കുഞ്ഞൊരു ഗോൾഡൻ കളർ ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. കാണാമോ എന്ന് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ചെറിയ ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ്. ഇത് ഇച്ചിരി ഒട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എനിക്ക് ഈ ടോപ്പ് കുറച്ചുകൂടെ തയ്ച്ച് തീർക്കാനുണ്ട്. മൊത്തം തീർന്നില്ല. അപ്പം നൂല് തീർന്നു പോയി. ഇനി അത് വാങ്ങണം. ഞാൻ കരുതി ഇതൊന്ന് ഒട്ടിച്ചൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വച്ചാൽ അതിരുന്ന് ഒട്ടും. എനിക്കിതൊരു കല്യാണത്തിനിടാനാണ് നാളെ. അപ്പോൾ സമയമില്ല ഒട്ടും. ഞാൻ വിചാരിച്ചത് ഒന്ന് വീഡിയോ ആയിട്ടും കൂടെ എടുക്കാമെന്ന്. ഇതുപോലെ സിമ്പിളാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും മടിയാണ്, അതാണ് പ്രശ്നം. ഇതുപോലെ നമ്മൾ തയ്ച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളിടുന്നത് ഒരു സന്തോഷമുള്ളതല്ലേ. ഇങ്ങനെ വരിയായിട്ട് നമുക്ക് ഈ ബീഡ്സ് കഴുത്ത് ചുറ്റിനും ഇങ്ങനെ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഫുള്ളായിട്ട് സ്ക്വയർ പോലെ ഇങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. എന്നിട്ട് നമുക്കിതിനകത്ത് ഇതുപോലത്തെ ബീഡ്സ്, ഇതും ഗ്ലാസ് തന്നെയാണ്, അത് വെച്ച് കൊടുക്കാം. കുഞ്ഞ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലത്തെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കി 3 സൈഡിലും ഇതേപോലെ ചെറിയ ഗോൾഡൻ കളർ ബീഡ്സാണിത്. ഇത് ഒട്ടിപ്പല്ല, ഇത് തയ്ക്കുന്നത് തന്നെയാണ്. ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് തച്ചും കൂടെ കൊടുക്കാം. അപ്പം നല്ലതായിട്ടിരിക്കും. മറ്റത് ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് ഒട്ടിക്കുന്നത് തന്നെയാണ്, അത് തയ്ക്കാനൊന്നും പറ്റില്ല. ഇത് പക്ഷേ നമുക്ക് തച്ചെടുക്കാം. ഇങ്ങനെ ഇതുപോലെ അവിടെയൊക്കെ നിറച്ച് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്യുമ്പോഴത്തേക്ക്. പ്ലെയിനായിട്ട് ചുരിദാർ ഇടുന്നേക്കാളും കുറച്ചുകൂടെ നല്ല ഭംഗിയല്ല ഇങ്ങനെ ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് നമ്മളിടുന്നത്. നല്ല എളുപ്പമാണ്, ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതുപോലെയൊക്കെ മെറ്റീരിയൽ തുണി വാങ്ങി മുറിച്ച് തച്ചിട്ട് തയ്യൽ അറിയാമെന്നുള്ളവർക്ക് പൈസയും ലാഭം ആയിരിക്കും.
കാരണം തയ്യൽക്കൂലിയൊന്നും ആവില്ല. കുറച്ച് ഇതുപോലത്തെ ബീഡ്സ് വാങ്ങിച്ച് തച്ചെടുക്കുക, നല്ല ഭംഗിയായിട്ടിടാം. അപ്പോൾ ഞാനിത് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ചെയ്ത വർക്ക് ഇതാണ്, ഫുള്ളാക്കിയിട്ടുണ്ട് ഇത്രയും. അപ്പോൾ ഇവിടെയും കൂടെ ഈ ത്രെഡും ഒരു ഈ ചെറിയ ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും ചെയ്താലും നല്ല ഭംഗിയാണ്. ഇതാണ് വർക്ക്, ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ഇത് സിമ്പിളാണ്, ഒട്ടിച്ച് വയ്ക്കണതായതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതാ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഞാൻ, ഫുള്ള് ഇത്രയും കവർ ചെയ്ത്. വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ഷുഗർ ബീഡ്സൊക്കെ കൊടുക്കാം, അപ്പം കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.